പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നതിനായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. നിരവധി പരിശീലകന്മാരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകൻ ആരായിരിക്കും എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടിയാണ് അവർ ആ വാർത്ത പുറത്തേക്ക് വിട്ടത്. ആ വീഡിയോയിൽ അവർ എടുത്തു പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാവാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധ്യതകൾ കാണുന്നത് മോഹൻ ബഗാന്റെ മുൻ പരിശീലകനായ അന്റോണിയോ ലോപ്പസ് സബാസിനാണെന്നാണ് അവർ അതിൽ എടുത്തു പറയുന്നത്. എന്നാലും അവർക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് അന്റോണിയോ ലോപ്പസ് സബാസ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാവാൻ ഇപ്പോൾ കൂടുതൽ സാധ്യതകൾ കാണിക്കുന്നതെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ രണ്ടാമതായി അവർ സാധ്യതകൾ നൽകുന്നത് സെർജിയോ ലൊബേറയ്ക്കാണ്. സെർജിയോ ലൊബേറ ഒഡീഷ എഫ്.സിയുടെ ഇപ്പോഴത്തെ നിലവിലെ പരിശീലകനാണ്. എന്നാൽ കൂടുതൽ സാധ്യതകൾ വരാൻ ഇപ്പോൾ അന്റോണിയോ ലോപ്പസ് സബാസിന് തന്നെയാണെന്നാണ് അവർ എടുത്തു പറയുന്നത്. എന്തായാലും ആര് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്തുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ഇനി ന്യൂ ഇയർ ആവാൻ വേണ്ടി ഏകദേശം 13-12 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റായി പരിശീലകന്റെ പേര് വെളിപ്പെടുത്താനാണോ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും അങ്ങനെയായിരിക്കും മിക്കവാറും സാധ്യതകൾ കാണുന്നത്. ഏകദേശം ഒരു ഡിസംബർ 31 രാത്രിയോടുകൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആ പരിശീലകന്റെ പേര് വെളിപ്പെടുത്തുക എന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ആഴ്ചയോട് കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്റെ പേര് നമുക്ക് അറിയാൻ സാധിക്കുക എന്നാണ് മാർക്കസ് മുർഗലാവോ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റായി നമ്മുടെ പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇപ്പോൾ കൂടുതൽ സാധ്യതകൾ അന്റോണിയോ ലോപ്പസ് സബാസിനാണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്.